പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ പോയതോടെ വാലുപോലെ പിറകിൽ പോയിരിക്കുകയാണ് രണ്ട് നേതാക്കൾ കൂടി. പത്മിനി തോമസും തമ്പാനൂർ സതീഷും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവർക്കൊപ്പമാണ് ഇരുവരും പാർട്ടി ഓഫീസിലെത്തിയത്. അടുത്തിടെ കോൺഗ്രസിൽ അവഗണന നേരിടുന്നുവെന്ന് കാണിച്ച് തമ്പാനൂർ സതീഷ് പാർട്ടി വിട്ടിരുന്നു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സന്തത സഹചാരിയും ഡി.സി.സി ജനറൽ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. പാർട്ടിയിൽ പുനഃസംഘടന നടന്നപ്പോഴൊക്കെ താൻ തഴയപ്പെട്ടതായി തമ്പാനൂർ സതീഷ് ആരോപിക്കുന്നുണ്ട്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പുതിയ സെക്രട്ടറിമാരുടെ ലിസ്റ്റിലും പേരില്ലാത്തതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ വെയിലും മഴയും കൊണ്ട് സ്വരൂപിച്ച പാർട്ടി ഫണ്ട് കെ.പി.സി.സി പ്രസിഡന്റ് ധൂർത്തടിക്കുകയാണ്. ഫണ്ട് എന്തിനു വിനിയോഗിക്കുന്നു എന്ന് പോലും ആർക്കും അറിയില്ലെന്നാണ് സതീഷ് പറഞ്ഞത്. യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു പത്മിനി തോമസ്. പത്മിനി തോമസിന്റെ മകനും ബി.ജെ.പിയിൽ അംഗത്വമെടുക്കും. ഇവർക്ക് പുറമെ ഡി.സി.സിയുടെ മുൻ ഭാരവാഹികളും ബി.ജെ.പി അംഗത്വം സ്വീകരിക്കും. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റായ പത്മിനി തോമസിന് കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുമായി അടുത്ത ബന്ധമാണുണ്ടായിരുന്നത്. കെ.പി.സി.സിയുടെ കായിക വേദിയുടെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പത്മിനിയെ പരിഗണിച്ചെങ്കിലും പിന്നീട് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. അതേസമയം ചില കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ വലിയ ചർച്ചകളും ഉയർന്നിരുന്നു. ഡി.സി.സി ഭാരവാഹിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടി നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുള്ളതായാണ് വിവരം. ഇടതു പാർട്ടികളിൽ നിന്നും നേതാക്കൾ ബി.ജെ.പിയിൽ എത്തുമെന്നും പാർട്ടി വൃത്തങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മാർച്ച് 15 വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുമെന്നും സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറും. എൻ.ഡി.എക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എൽ.ഡി.എഫ്, യു.ഡി.എഫ് പരസ്യബന്ധം വന്നുകഴിഞ്ഞു. മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കും. കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്ത വികസന കാര്യങ്ങൾ ഉയർത്തിയാവും എൻ.ഡി.എയുടെ പ്രചരണമെന്നും കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. പക്ഷേ കേരളമായതുകൊണ്ട് സുരേന്ദ്രന്റെ വായിലെ വെള്ളം വറ്റിയതു മാത്രം ബാക്കി.